നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലേക്കോ പുനർജന്മത്തിലേക്കോ എന്നുള്ളൊരു റീഡിംഗ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുവാനോ പേടിപ്പെടുത്തുവാനോ ഉള്ളൊരു റീഡിംഗ് അല്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ ഇപ്പോഴത്തെ എനർജി ഏത് ദിശയിലേക്കാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു റീഡിംഗ് ആണ്. കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 8 സോൾ എനർജി കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് കൂടുതൽ ഒരു ആകർഷണം തോന്നുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ചാരിയറ്റ്, 3 ഓഫ് വൺസ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് സോർട്സ്, 9 ഓഫ് പെൻഡക്കിൾസ്, ക്യൂൺ ഓഫ് പെൻഡക്കിൾസ്, 2 ഓഫ് പെൻഡക്കിൾസ്, ഹെർമിറ്റ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ഫസ്റ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ദി ചാരിയറ്റ് ആണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നെഗറ്റിവിറ്റി ഒട്ടും ബാധിക്കാത്ത സോളായിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ സോളിൻ്റെ യാത്ര വെളിച്ചത്തിലേക്ക് ആണ് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ഇവിടെ 3 ഓഫ് വൺസ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവിടെ ആഗ്രഹവും കാത്തിരിപ്പും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഇപ്പോഴും ലുക്കൗട്ടിലാണ്. ഇനി എന്ത് പഠിക്കണം, ഇനി എന്തിലോട്ട് വളരാം എന്നൊക്കെ ഇവിടെ കാണിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ പുനർജന്മത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിലോട്ട് പോകും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പൂർണ്ണമായ ഒരു ഉത്തരം നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നില്ല. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ സോള് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതായിട്ട് ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഈ ഒരു സോള് ഇപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സോള് പഠിക്കേണ്ട അവസ്ഥ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്കൊരു പുനർജന്മം കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 3 ഓഫ് സോർട്സ് ആണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾ ഹാർട്ട് ബ്രേക്കിൽ നിന്നും നിങ്ങളുടെ സോള് മുഴുവനായിട്ട് മോചനം നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്കൊരു പുനർജന്മം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ സോളിന് ഇനിയും ഒരുപാട് ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ്. ഇവിടെയും ഒരു പുനർജന്മം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 9 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ ഒരു സോള് ഇവിടെ നമുക്ക് ഒരു ഡീപ്പ് സ്പിരിച്വൽ സക്സസ് കാർഡാണിത്. നിങ്ങളുടെ സോള് ഇമോഷണൽ ബോണ്ടേജുകളിൽ നിന്നെല്ലാം ഫ്രീഡം നേടിക്കഴിഞ്ഞതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് വീണ്ടും പുനർജനിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളൊരു ആത്മീയമായി നിങ്ങൾ ഒരുപാട് വളർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ശാന്തമായ ഒരു മണ്ഡലത്തിലോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത കാർഡ് ഇവിടെ ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ക്ഷമയും കരുതലും ഒക്കെയുള്ള വ്യക്തികളെയൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കർമ്മ വളരെയധികം നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ഇപ്പോൾ ഒരു സ്വർഗത്തിലേക്കുള്ള ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തൊരു കാർഡ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 2 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾ പലതരത്തിലുള്ള എനർജികളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് സംശയങ്ങളും കൺഫ്യൂഷനും ഒക്കെ നിങ്ങൾക്കിവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സോളിനെ വളരെയധികം അലസിപ്പിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോളിന് ഇവിടെ പുനർജന്മം കിട്ടുമെന്നാണ് കാണുന്നത്. പുനർജന്മം ആവശ്യമായിട്ടുള്ള ഒരു സോളായിട്ടാണ് നിങ്ങളുടെ സോളിനെ ഇവിടെ കാണിക്കുന്നത്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ഹെർമിറ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇത് ഏറ്റവും ഡീപ്പ് സോൾ കാർഡാണ്. നിങ്ങൾക്ക് ഭൗതിക ലോകത്തു നിന്നും നിങ്ങളുടെ സോള് പിൻവാങ്ങിയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്.
നിങ്ങൾ ദൈവത്തെ ഉള്ളിൽ നിന്നും വളരെയധികം അനുഭവിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു തീർച്ചയായിട്ടും നിങ്ങൾ മോക്ഷയിലേക്കോ അതുപോലെ തന്നെ സ്വർഗീയമായ ഉയർന്ന മണ്ഡലങ്ങളിലേക്കോ ഒക്കെ പോകുന്ന ഒരു സോളായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇനി പുനർജന്മം ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡീപ്പ് സോൾ കാർഡാണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു 8 കാർഡും കൂടി നമുക്ക് ഒന്നിച്ച് ചേർത്ത് പറയുമ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്, ചിലർക്കിവിടെ പൂർണ്ണമായ സോൾ ജേർണി ആണ്. നിങ്ങൾ ഫ്രീഡത്തിലോട്ടും മോക്ഷത്തിലോട്ടും പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവർക്ക് പുനർജന്മമാണ് കാണിക്കുന്നത്. ചിലർക്കിവിടെ ഒരുപാട് ശുദ്ധീകരണം, ചില സോൾസിനൊക്കെ ഇവിടെ ഒരുപാട് ശുദ്ധീകരണമൊക്കെ ആവശ്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരും ഓരോ സോൾ ലെവലിലാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ സോള് വെളിച്ചത്തിലോട്ട് തന്നെ പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയ റീഡിങ്. റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.